ഹലോ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് ബുധയിലെ സാർ ഗ്രീൻസിലുള്ള രാജു ഓംലെറ്റ് എന്ന് പറയുന്ന ജോയിൻ്റാണ് കേട്ടോ. ദുബായിലൊക്കെ ഇവർക്ക് ഔട്ട്ലെറ്റ്സ് ഉണ്ടെങ്കിലും ബഹ്റിനിൽ ആദ്യമായിട്ടാണ് ഇവർ ഔട്ട്ലെറ്റ് തുടങ്ങുന്നത്. ഇത് ശരിക്കും ഒരു സ്ട്രീറ്റ് ഫുഡ് ജോയിൻ്റാണ് കേട്ടോ. മുട്ടയാണ് ഇവിടുത്തെ താരം. കൂടോത്രം ഒഴിച്ച് മുട്ട ഒഴിച്ച് കാണിക്കാവുന്ന സകല പരിപാടി ഇവരുടെ മെനുവിലുണ്ട്. ഇത് കൂടാതെ നമ്മൾ കേട്ടിട്ടും കൂടി ഇല്ലാത്ത എന്തൊക്കെയോ സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ഇവരുടെ മെനുവിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മസാലക്കോള അത് ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാത്തിലും ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. അതുപോലെ ഫുഡിനും ഒരു നല്ല സ്പൈസി ആൻഡ് പഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ആംബിയൻസ് ആണ് കേട്ടോ. നമ്മുടെ പഴയ ബോംബെ സ്ട്രീറ്റ് അല്ലെങ്കിൽ ബോംബെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഏരിയയിലുള്ള ഒരു സ്ട്രീറ്റ് സ്റ്റൈലിലാണ് ഇവർ മൊത്തം ഡെക്കോർ സെറ്റ് ചെയ്തിരുന്നത്. പണ്ടത്തെ അമിതാഭ് ബച്ചൻ പോലെയുള്ള സിനിമാ നടന്മാരുടെ ചിത്രങ്ങളും പിന്നെ നമ്മുടെ ചുമരിൽ അഡ്വർടൈസ്മെൻറ്റൊക്കെ കൈകൊണ്ട് എഴുതിയിരുന്ന ആ ഒരു കാലമുണ്ടല്ലോ, അതുപോലെയുള്ള ചുമരെഴുത്തും പിന്നെ ഈ മടക്കുന്ന കസേരയും കൊച്ചുമേശയും ഒക്കെ വെച്ചിട്ട് വളരെ നൊസ്റ്റാൾജിക്കായിട്ടാണ് അവർ മൊത്തം ഡെക്കോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഔട്ട്ഡോർ ഡൈനിങ് ഏരിയ ഉണ്ടായിരുന്നു. ക്ലൈമറ്റൊക്കെ നല്ലതാണെങ്കിൽ പഴയ പാട്ടൊക്കെ കേട്ട് ഫുഡൊക്കെ അടിക്കാൻ പറ്റിയ നല്ല വൈബ് ഉള്ളൊരു സ്പോട്ടാണ്. എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. മുകളിലും താഴെയായിട്ട് ഒരുപാട് ആളുകളെ ഒരുമിച്ച് ഒരേ സമയം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ സെർവ് ചെയ്യാൻ നിന്നിരുന്ന വെയിറ്റേഴ്സിൻ്റെ യൂണിഫോം ഈ പഴയ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലുള്ള കൂലീസിൻ്റെ യൂണിഫോം പോലെയായിരുന്നു. മൊത്തത്തിലെല്ലാം കൊണ്ടും ഒരു നല്ലൊരു ഡൈനിങ് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതുവരെ വിസിറ്റ് ചെയ്യാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പ്രത്യേകിച്ച് എന്നെ പോലെ മുട്ടപ്രാന്തികളാണെങ്കിൽ മിസ്സാക്കണ്ട.